ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൻകേക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കൊണ്ടാണ്, ചക്ക കൊണ്ടാണ്. നമ്മളിതിലേക്ക് മൈദയോ മുട്ടയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ, ആദ്യം കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാൻകേക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഞ്ചൊക്കെ ആയിട്ട് കൊടുത്തു വിടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് പൊടി ചേർത്തെടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ml 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നല്ലപോലെ അങ്ങ് അരിച്ചെടുക്കാം. ഞാനിവിടെ നല്ലപോലെ അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ജഗ്ഗരി പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബെല്ലത്തിൻ്റെ പൗഡർ അതുകൂടി ചേർത്തോട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്യൂരി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 8 പീസ് നല്ല പഴുത്ത ചക്ക നോക്കി തന്നെ എടുക്കാൻ നോക്കുക. ഞാനിവിടെ ഒരു 8 പീസ് ചക്കനെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തെടുത്തതിന് ശേഷം കുറച്ച് പാൽ കൂടി ചേർത്തെടുത്ത് ഒന്ന് പൾസിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ്. ഒരുപാടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാനിവിടെ ഇതിലേക്ക് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പ്യൂരിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആ ചേർത്തെടുത്തതിന് ശേഷം കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്ത് കട്ടകളോടെ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാലിന് കറക്റ്റ് മെഷറൊന്നും പറയുന്നില്ല. നിങ്ങൾ നോക്കി കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി അല്ല, മീഡിയം കൺസിസ്റ്റൻസിയിൽ ഒരു കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകൾ കൂടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഒരിക്കലും നമ്മുടെ ബാറ്റർ ലൂസായി പോകരുത്. അപ്പോൾ നോക്കി കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ നമുക്കൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് ഇതുപോലെ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കേട്ടോ. സ്പ്രെഡ് ചെയ്യാതെ നമുക്ക് ഇതിനെ അപ്പം തന്നെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡോട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 സെക്കൻഡ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പാൻകേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഹണി ഒഴിച്ച് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ ഏത് പാൻകേക്ക് ആണെങ്കിലും മുകളിലായിട്ട് ഹണി ഒഴിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതിന് മുൻപ് ഞാൻ നമ്മുടെ ചക്ക വെച്ച് റെഡിയാക്കി നമ്മുടെ കിണ്ണത്തപ്പവും പായസം അതുപോലെ കുറച്ച് റെസിപ്പീസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മേലെ ഐ ബട്ടണിൽ കൊടുക്കുക. വീഡിയോ കാണാത്ത കൂട്ടുകാർ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുൻപ് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാൻകേക്കിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. മേലെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.